നമ്മളപ്പോൾ അടുത്ത വ്ളോഗ് തുടങ്ങുകയാണ്. നമ്മൾ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി സമയം വെളുപ്പിന് 3 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ച് ഹോസ്റ്റലിൽ പോയിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ. ഹോസ്റ്റലിൽ കയറ്റേണ്ടതാണ്, എന്നെ അങ്ങനെ ഇതേവരെ പുറത്ത് നിർത്തിയിട്ടില്ല. പൊതുവെ ഇത്രയും വൈകാറില്ല. പിന്നെ ഇങ്ങനെ വൈകാണെങ്കിൽ തന്നെ ഞാൻ പൊതുവെ അവൻ്റെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങാറാണ് പതിവ്. പക്ഷേ നിങ്ങളുടെ ഭാഗ്യവും എൻ്റെ ഭാഗ്യമില്ലായ്മയും കാരണം കാലത്ത് 7:45 എനിക്ക് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കിടക്കാൻ പറ്റൂല. കാരണം ഇവിടെ നിന്ന് ഞാൻ കോളേജിൽ പോകണമെങ്കിൽ 3/4 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനത്തെ ഒരു വലിയൊരു സംഭവം കിടക്കുന്നതുകൊണ്ട് തന്നെ തിരിച്ചു പോയി റൂമിൽ പോയി കിടന്നേ പറ്റൂ. കാരണം കാലത്ത് ക്ലാസ്സിൽ പോകുമ്പോൾ മറ്റേ സ്റ്റെതസ്കോപ്പും ഒക്കെ കെട്ടി വിളിച്ചുകൊണ്ട് പോകണം. ഒരുമാതിരി പെട്ട അവസ്ഥയായി. ഇപ്പം നൈറ്റ് ലൈഫ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് കാണാമല്ലോ. പ്രത്യേകിച്ച് കടകളൊന്നും ഉണ്ടാവില്ല. ഇവിടെയുള്ള എല്ലായിടത്തും ഏത് മുക്കിലും മൂലയിലും ലൈറ്റ് ഉണ്ടാവും. ദേ കാണുന്ന പോലെ കണ്ടില്ലേ, ആ ദുനിയാവിലൊക്കെ ലൈറ്റ് അറ്റം വരെ സ്ട്രീറ്റ് ലൈറ്റ് കത്തി കിടക്കണുണ്ടല്ലേ. എല്ലായിടത്തും ലൈറ്റ് ഉണ്ടാവും. ഇവിടെ ആണെങ്കിൽ ഒരു മനുഷ്യജീവി പോലും ഇല്ല. ഞാൻ മാത്രമുള്ള ഒരു നിഗൂഢമായ സ്ഥലം. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ എനിക്കത് ബസ് സ്റ്റോപ്പ് എന്ന് കണ്ടുപിടിക്കണം. എനിക്കൊരു പിടിയില്ല. ഇവിടെയാണോ ബസ് സ്റ്റോപ്പ്? ആ, അതാണ് ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പ് അങ്ങ് അവിടെ കിടക്കണുണ്ടോ? അവിടെ ആ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ബസ് കാത്ത് നിൽക്കണം. ഇത്രയും വൈകിട്ടില്ല. കാലത്ത് 7:45 ക്ലാസ്. നാളെ ഇൻറ്റേർണൽ ഡിസീസ് ഉണ്ട്. പിന്നെ വേറെ ഏതൊരു ക്ലാസ് ഉണ്ട്. എന്താവുമെന്ന് കണ്ടു തന്നെ അറിയണം ഗൈസ്. എനിക്ക് ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് ഭ്രാന്താണ്. നാളെ പോയിട്ട് കാണാം എന്താവുമെന്ന്. ഇനിയിപ്പോൾ എന്തായാലും പോയിട്ട് ബസ് കാത്ത് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ. നമ്മളിപ്പോൾ വെളുപ്പിന് 3 മണിക്ക് 3 മണി കഴിഞ്ഞു ബസ് കാത്ത് നിൽക്കണു. ഈ ലോകത്തല്ല, ഈ നാട്ടിലിപ്പോൾ ആരുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന 243 ബസ് പോകും എൻ്റെ അവിടേക്ക്. 243 പോവോ? വേണമെങ്കിൽ 243 കയറാം. ഞാൻ വെറുതെ ബസ് നോക്കിയതാണ്. ഇവിടെ ആകപ്പാടെ പോണത് ബസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ ഏതെങ്കിലും വല്ല ടാക്സി പരിപാടികളൊക്കെ പോകുന്നുള്ളൂ. അതല്ലാതെ അങ്ങനെ ആരുമില്ല. സേഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വല്ല പണി കിട്ടിയാൽ മേടിച്ച് കൈ പിടിക്കുക എന്നേ ഉള്ളൂ. ഇതേവരെ കിട്ടിയിട്ടില്ല. ആരുടെയോ ഭാഗ്യം. എന്തോ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ വണ്ടികൾ കുറേ പോയി തുടങ്ങി. എൻ്റെ ഭാഗ്യമില്ലായ്മയാകാം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പോളണ്ടിലായാലും ശരി, യൂറോപ്പ് മൊത്തത്തിലായാലും ശരി, ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലെ ആൾക്കാർ കാണാണ്ടാവലും പരിപാടികളൊക്കെ ഉണ്ട്. നിങ്ങൾ സൂക്ഷിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അതും ഇപ്പം ഞാൻ നിൽക്കുന്നൊരു പട്ടിക്കാട്ടിലാണ്. എന്തും സംഭവിക്കാം, ആരൊന്നും പറയാനില്ല. പക്ഷെ നമ്മൾ ഒരു കണ്ണെല്ലായിടത്തും വയ്ക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിവിടെ നിൽക്കുന്നതായാലും ഒരു ധൈര്യത്തിന് പുറത്തങ്ങോട്ട് നിൽക്കുന്നു. തേച്ചൊട്ടിച്ച് ബസ് വന്നില്ല. ഇവിടെ സമയമൊക്കെ നോക്കി, പക്ഷെ ബസ് വന്നില്ല. പട്ടിപ്പോസ്റ്റ് 1 മണിക്കൂറിന് മേലെ ആ ബസ് സ്റ്റോപ്പിൽ തെക്കുവടക്കം നടക്കേണ്ട ഗതിയായിപ്പോയി. വെറുതെ റോട്ടിൽ നോക്കിയിരുന്നു ഞാൻ കുറേ നേരം. ആ ഒരു അവസ്ഥയായി ഗൈസ്. എന്നതിൻ്റെ മുതിൻ സിനിമയിൽ ആ ഒരു അവസ്ഥയില്ലേ, ആ ഒരു അവസ്ഥ എത്തി. നമ്മൾ ബസ് കാത്തിരിക്കുന്നു, ബസ് വരുന്നില്ല. ബസ് ഉണ്ടെന്നുള്ള ശുഭപ്രതീക്ഷയിലാണല്ലോ നമ്മൾ ഇറങ്ങുക. പക്ഷെ ബസ് വരുന്നില്ല. പെട്ട അവസ്ഥ. എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല. കാത്തിരിക്കുക. ഫോണിൽ ചാർജും കൂടി ഇല്ലെങ്കിൽ ശുഭം. പിന്നെ നിങ്ങൾ ഈ കാറ്റ് കാണുന്നുണ്ടോ? അല്ല, കാറ്റില്ല, പുക. നല്ല തണുപ്പുണ്ട്. പകൽ സമയത്ത് നല്ല വെളിച്ചുണ്ടെങ്കിലും രാത്രി വെളുപ്പിനൊക്കെ നല്ല തണുപ്പാണ്. ഞാനാണെങ്കിൽ ഇട്ടേക്കുന്നത് അത്രയും തിക്നെസ് ഇല്ലാത്ത ജാക്കറ്റ് ആയതുകൊണ്ട് അതും കൂടി ഉണ്ട്. എന്തുകൊണ്ടും ശുഭദിനം. അങ്ങനെ അവസാനം ബസ് വന്നു. ബസ്സിൽ കയറി. ഞാൻ മാത്രമുണ്ട്. പിന്നെ അവസാനം ഒരാളും കൂടി കയറി. അതാണ് അവിടെ ഇരിക്കുന്ന മഞ്ഞ ജാക്കറ്റുകാരൻ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്കായി വന്ന ബസ് പോലെയാണ് എനിക്ക് ആ ബസ്സിനെ കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഞാൻ മാത്രമായിരുന്നു അവസാനം. അങ്ങനെ അവസാനം ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ, അഥവാ എൻ്റെ ഡോർമെട്രിയിൽ എത്തി. ഇനിയിപ്പോൾ ഉറങ്ങേണ്ട ആവശ്യമുണ്ടോയെന്ന് ഞാൻ ആലോചിക്കണം. ഇപ്പോൾ ഏതാണ്ട് 5 മണിയൊക്കെ കഴിഞ്ഞ് 6 മണി ആവാറായിട്ടുണ്ട്. 7:45 ക്ലാസ്, 7:45 8 മണിക്ക് കണ്ട് ക്ലാസ്. ശുഭം. ഇനി ഒന്ന് ഫ്രഷ് ആവാം, ക്ലാസ്സിൽ പോവാം. പറ്റിയ ഒരു 1-2 മണിക്കൂറൊന്ന് കണ്ണടച്ച് കിടക്കണം. എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാം. ഇതൊക്കെ എന്ത്. അപ്പോൾ ശരി,
ഇനി ഞാൻ പോട്ടെ, ബാക്കി പരിപാടികൾ നോക്കട്ടെ. ആദ്യം ഹോസ്റ്റലിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ. റിസപ്ഷൻകാർ വാല് പൂട്ടിയിട്ടുണ്ടെങ്കിൽ ഈ തണുപ്പ് നമുക്ക് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലിരുന്ന് വെളുപ്പിക്കാം. റിസപ്ഷനിലിരിക്കുന്ന ഒരു കനിഞ്ഞു ഗൈസ്. അങ്ങനെ അവസാനം ആ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ എന്ന് പറയുന്നത് 5 മണി കഴിഞ്ഞ് 5:15 അയ്യാ, എൻ്റെ മുഖം കണ്ടില്ലേ. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവാം, കിടന്നുറങ്ങാ അല്ല, ഒന്ന് കണ്ണടച്ച് കിടക്കുക, കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ പോകാൻ എന്താണെന്ന് കണ്ടറിയാം. ഓക്കെ, അപ്പം ശരി. സത്യം പറഞ്ഞിനി ഉറങ്ങേണ്ട ആവശ്യമില്ല, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ ഉറങ്ങാതെ ശരിയാവില്ല. അത് ട്രൈ ചെയ്ത് നോക്കണോ ഉറങ്ങാതെ ഉള്ളൊരവസ്ഥ? നിങ്ങൾ കമൻറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു രാത്രി മുഴുവൻ ഉറക്കൊളിച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് കാലത്ത് ഡയറക്റ്റ് ക്ലാസ്സിൽ പോവാം. ഇന്നിപ്പോൾ താൽക്കാലികമായിട്ട് നമുക്കൊരു 1-1.5 മണിക്കൂർ ഉറങ്ങാനുണ്ട്. അതിൽ ഒന്ന് ഉറങ്ങാം. ഉറങ്ങിക്കഴിഞ്ഞാൽ എണീക്കുമെന്നാണ് എനിക്കറിയാൻ പാടില്ലാത്ത. കണ്ണൊക്കെ ചുവന്നു തുടങ്ങി ഉറങ്ങി കഴിഞ്ഞിട്ട്. എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓ മൈ ഗോഡ്, കുറേ കാലം ഇങ്ങനെ ഉറക്കൊളിച്ചിട്ട്. സോ ഇനി ഉറങ്ങുന്ന സമയമാണ്. ഉറങ്ങാമെന്ന് പറയാൻ പറ്റില്ല, ചുമ്മാ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തലച്ചോറിന് 1 മണിക്കൂർ 1.5 മണിക്കൂർ റെസ്റ്റ് കൊടുക്കാനുള്ള ശുഭമുഹൂർത്തം തലച്ചോറിന് വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് കൊടുക്കട്ടെ. പാവല്ലേ. അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പോയിട്ട് പേടിക്കുക, പ്രൊഫസർ എന്നെ എന്താണോ കാണിക്കാൻ പോകുന്ന കാലത്ത്. കർത്താവേ, ഇൻറ്റേർണൽ ഡിസീസ് ഉണ്ട്, പിന്നെ വേറെ സർജറി ആണോ, ഏതോ ഒരു ക്ലാസ്സും കൂടി ഉണ്ട്. ഏതാ ക്ലാസ്സിന് ഷെഡ്യൂൾ നോക്കേണ്ടി വരും. ഏതെങ്കിലും ആവട്ടെ, ഇതെങ്കിലും വേണ്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ലെക്ചർ ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ, 7:45 8 മണിക്ക് അങ്ങോട്ട് ഒരെണ്ണം, പിന്നെ 11 മണിക്ക് ഒരെണ്ണം, പിന്നെ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് ലെക്ചർ. അതിന് മിക്കതും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഇത്രയും നല്ലൊരവസ്ഥ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് എനിക്ക് കിട്ടിയതിൽ വളരെ വളരെ സന്തോഷം. അപ്പം അതുവഴി നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ റോഡിലും കാര്യങ്ങളിലുള്ള സേഫ്റ്റി, പിന്നെ രാത്രിയുള്ള ബസ്സിൻ്റെ പരിപാടികൾ ചിലപ്പോൾ വരും ചിലപ്പോൾ വരില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലായില്ലേ. അങ്ങനെ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ. യെസ്, ദാറ്റ്സ് ഇറ്റ്. അതേപോലെ തന്നെ എമ്പുരാന് വേണ്ടി കട്ടായിട്ട് നമുക്ക് എല്ലാ വീഡിയോയിലും പറയും, ഞാൻ എല്ലാ ദിവസവും അപ്ഡേറ്റ്സ് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണാവോ ഇനിയിപ്പോൾ നമുക്ക് കാലത്ത് എണീറ്റിട്ടേണ്ട അവസ്ഥ എന്താണെന്ന് പറ്റിയാൽ ഈ വ്ളോഗ് കുത്തിക്കയറ്റും. ഈ വ്ളോഗ് വളരെ നീട്ടം വെച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത വ്ളോഗിൽ എൻ്റെ കാലത്ത് എണീറ്റിട്ടുള്ള പരാക്രമങ്ങൾ കാണിച്ചു തരാം. കാരണം ഈ അവസ്ഥ വെച്ചിട്ട് എന്താവുമെന്ന് നല്ല രസമായിരിക്കും. എൻ്റെ മൂഡ് അനുസരിച്ചിട്ടായിരിക്കും ദിവസം. ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ പൊതുവെ ഭ്രാന്തനാണ്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. എൻ്റെ ഈ കാണാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വലിയ ഹാർട്ടിൽ നിന്നും ശുഭരാത്രി. ഇനി ബാക്കിയൊക്കെ വരുന്നോടത്ത് വെച്ച് കാണാം. കാത്തോണേ. അപ്പം ശരി, ഗുഡ് നൈറ്റ്. ഇതേ പോക്ക് പോകുന്നു. എന്നിട്ട് നേരെ നമ്മൾ പതപ്പ് വരുന്നില്ല. ഓക്കെ, അപ്പം ശരി, ബൈ.